എൻ്റെ കേരളം പ്രദർശന വിപണന മേള പാലക്കാട് ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി നമ്മളോടൊപ്പം ചേരുകയാണ്. മന്ത്രി, എന്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മേളയിലൂടെ ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്? ഒന്ന്, വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. പിന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഇത് അറിവ് കൊടുക്കുക. അപ്പോൾ സോളാറ്, ലൈഫ് മിഷൻ, പട്ടികവർഗക്കാർക്ക്, ഏറ്റവും സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് അവർക്ക് തന്നെ വലുതായിട്ട് അറിയില്ല. അതൊന്ന് അറിവുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നിങ്ങളൊക്കെ സഹായിച്ചാൽ അവർക്കത് അറിവുണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. മിനിസ്റ്ററിൻ്റെ വകുപ്പിൽ തന്നെ ഒരുപാട് വെളിച്ചമെത്താത്ത അല്ലെങ്കിൽ വൈദ്യുതി എത്താത്ത പല മേഖലകളിലേക്കും വൈദ്യുതി എത്തിച്ചിരുന്നു. അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇല്ല? അതുകൊണ്ടല്ല, പിന്നീട് ഇനി കിട്ടാത്തവരെ ആവശ്യപ്പെടാവുന്ന രീതിയിൽ അവരെ ബോധവൽക്കരിക്കണം എന്നുള്ളതാണ്. അവരാവശ്യപ്പെടുന്നില്ലല്ലോ. ഇപ്പോൾ ഈ 100 കോളനിയിൽ അവരാവശ്യപ്പെട്ടിട്ടല്ല കൊടുത്തത്. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ടവരിനെ എങ്ങനെ ബാധിക്കുന്നുള്ളത് നോക്കിയിട്ട് ആലോചിച്ചത്. അതാണ് ചെയ്തത്. ലൈഫ് മിഷൻ ആയിക്കോട്ടെ, ഹരിത വർഗ്ഗക്കാർക്ക് ഹരിത ഊർജ്ജ വരുമാന പദ്ധതി സ്കീമുണ്ട് കൊണ്ടുവരുന്നുണ്ട്. അവരുടെ ഇലക്ട്രിസിറ്റി ചാർജും കഴിഞ്ഞ് മിച്ചം അവർക്ക് വരുമാനം കിട്ടുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടേത് കാർഷിക ജില്ലയാണ്, അപ്പോൾ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ മേളയിൽ അതാണത്. ഇവിടെ നിങ്ങൾ പോയി കൃഷി വകുപ്പിൻ്റെ സ്റ്റാളിലൊന്ന് നോക്കേ. ഇവിടെ പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ ഒരു പുതിയ സാങ്കേതികവിദ്യ ഇസ്രായേലിൻ്റെ മോഡലിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് വിളവ് 6 ഇരട്ടിയെങ്കിലും ആകും. നെൽകൃഷിയിൽ പോലും പ്രിസിഷൻ ഫാമിങ് ചെയ്യാവുന്ന സാങ്കേതികവിദ്യയാണത്. പച്ചക്കറിയൊക്കെ 6 ഇരട്ടിയെങ്കിലും വർദ്ധിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ള കൃഷി പരിചയപ്പെടുത്തുക എന്നുള്ളതും കൂടിയുണ്ട്. ഏതായാലും നിലവിലെ പദ്ധതികൾ ചെയ്തിട്ടുള്ളത്, സർക്കാരിൻ്റെ ഓരോ നേട്ടങ്ങളും അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിനോടൊപ്പം തന്നെ ഇനി എന്തൊക്കെയാണ് സർക്കാർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും കൂടി ജനങ്ങൾക്ക് കൃത്യമായി അവരുടെ ബോധത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സർക്കാർ ഇത്തരത്തിൽ എൻ്റെ കേരളം തുടങ്ങിയിട്ടുള്ള പ്രദർശന വിപണന മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.